ഈ ഒരു ബോർഡ് കണ്ടോണ്ട് ഇപ്പം ഭയങ്കര വേമ്പിട് എന്തേതും പേടിയാ ഇങ്ങനെ. ഇന്ന് പാരകില്ല കണി കണ്ടെന്നാലോചിക്കുന്നു. ഇന്ന് രാവിലെ വലിയ കുഴപ്പല്ലേ, ഈ വൈകുന്നേരമാണ് അവനെ കണ്ടത്. ഹലോ മൈ ഗൈസ്, അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് പോണേ കേരളത്തിന്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്ന ആ സ്ഥലത്തേക്കാണ് കേട്ടോ, തോണിക്കട. അതെ, അപ്പൊ നമുക്ക് പോയിട്ട് കാണാം. അപ്പൊ ഗൈസ് ഇനി നമ്മളൊരു 6 കിലോമീറ്റർ കൂടി പോയാൽ നമ്മളെ കേരളത്തിന്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്ന തോണിക്കട എത്തും. അപ്പൊ ഗൈസ് നമ്മളൊരു ഷോർട്സ് എടുക്കാൻ വേണ്ടിട്ട് പോണ വഴിക്കൊന്ന് നിർത്തിയതാ. JCB കിട്ടാൻ കുറെ കാലമായി കളിക്കുന്നു. ഗൈസ് നമ്മളിപ്പോ പോണ നോക്കി എന്തേത് മോശം റോഡാ പഠിച്ചോളെ. ഇത് ഞാൻ ഒന്നും രണ്ടും പ്രാവശ്യം ഇത് കണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ എടുക്കേണ്ട ആയിട്ടൊന്നുമില്ല. വന്ന് നോക്കണേരം ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ റോഡാ, ഒരു കായ്ക്കും പറ്റാത്ത റോഡ്. ബൈക്കൊക്കെ വരുന്ന ശ്രദ്ധിച്ചോളി. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത കാറൊക്കെ കൊണ്ടുവന്ന അപ്പൊ അടി പൊളിച്ചെടുത്ത് അമ്മാരി റോഡാ. നമ്മളെ സ്ഥലത്ത് കുറച്ച് കഴിഞ്ഞാൽ അടിപൊളി റോഡ്, പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. ഇതൊക്കെ വേറെ പദ്ധതി അയക്കും ചോദിച്ചാൽ പറയാ. ഈ റോഡിന്റെ അവസ്ഥ നമ്മളെ കൊണ്ടാകത്തോണ്ട് നമ്മള് മാറിക്കൊടുത്ത് എക്സ്പേർട്ട് ഡ്രൈവറിന് കൊടുത്തേക്ക് ഇപ്പൊ വെക്കുന്നുള്ള രീതിയിലാണ് ഇതിലൊക്കെ പോകുന്നത്. ഈ റോഡിന്റെ അവസ്ഥ നോക്കി ഏത് കാലം പണി തുടങ്ങി. നാളെ തീരും എന്ന് പറഞ്ഞതാ, ഈ പട്ടം തീർന്നു. ഏതോ കാലം തുടങ്ങി ഈ പണിയൊക്കെ. നമ്മളങ്ങനെ തോണിക്കട വന്നപ്പോ കിട്ടിയ പരിപാടിയാ. നമ്മളിവിടെ എത്തിയപ്പോഴേ അപ്പോഴാണ് അറിയുന്നത് ഇത് പൂട്ടിക്കിന് മൂഞ്ചിക്ക് കണ്ടില്ല. നോക്കിയും കണ്ടൊക്കെ വന്നോളി. മറ്റേ അതെ ഇല്ലേ, വെള്ളം ഉയർന്നോണ്ടാ. നോക്കിയും കണ്ടൊക്കെ വന്നോളി. അല്ലേതാ ഇതുപോലെ നിക്കേണ്ടി വരും കേട്ടോ, മൂഞ്ചി നിക്കേണ്ടി വരും. ഓ സ്വിറ്റ്സർലാൻഡ് തന്നെ ആയും. അല്ല 8 തൽക്കാലത്തേക്ക് ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്താ ചായ കുടിച്ച് പോകാൻ പറ്റിയോ? കുറെ ആൾക്കാർ ഇറങ്ങിയ പോലെ കണ്ടീനു എനിക്ക് നല്ല പോലെ ഇറങ്ങിക്കുന്നത്. ഇവിടെ ഇറങ്ങിയാലും ഇത് കേറാനാവൂല, അതാ പ്രശ്നവും. പോയോക്കാം ചാടിച്ചിട്ട് പോലെ. ഇതാണ് ഗൈസ് കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ്. ഇറങ്ങാൻ പറ്റിയില്ല. ഇനി അഥവാ നമ്മളിങ്ങോട്ട് ചാടി ഇറങ്ങിയാലും കേറാനാവൂല, അതാ മെയിൻ പ്രശ്നം. എൻ്റെ അഭിപ്രായത്തിലേ മറ്റേ ഈ പശുവിനെയൊക്കെ അയക്കാൻ വരുന്ന പോലെ മയ്യേക്കാട് പോയാ പോരെ. നമ്മളെ ചാമ്പിട്ട് ഞാൻ ചോദിച്ചെങ്കിൽ പറയും പോരെ. ഈ പശുവൊക്കെ പിന്നെ ആരുതാണ്? എന്തോരോ പശുവാണുണ്ട്. അത് ആടെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പുറത്ത് നാട്ടുകാരാണ്. എന്നാ അപ്പുറത്തൂടെ പോയാലോ വീട്ടിലേക്ക്. എടാ ഇവിടെ വന്ന് ഇപ്പൊ എന്തായാലും മൂഞ്ചി. ഇനി നമ്മള് നേരെ കക്കയാട് പിടിച്ചാലോ വിചാരിക്കാം. അത് പറ്റൂല ഗൈസ്. നമ്മളിപ്പോ വന്നപ്പോ ഗൈസ് ഇവിടെ ഇനി മഴക്കാലം കഴിയണ വരെ ആരും വരണ്ടെന്നാണ് പറയുന്നത്. ഇതുപോലെ നല്ല പ്രതീക്ഷ തുറന്നിക്കണോ അന്വേഷിച്ചിട്ട് വന്നോളി, അല്ലെ മൂഞ്ചു ഞങ്ങളെ പോലെ. ഞങ്ങൾ ഇവിടുന്ന് ഓരോ ഷോട്ടൊക്കെ എടുക്കാൻ വെച്ച് വന്നേനു. ശരി കഴിഞ്ഞില്ല. അല്ല ഇവിടുന്ന് മുഞ്ചി കക്കയം കിട്ടുമോ നോക്കട്ടെ നമുക്ക്. കക്കയത്ത് പോയിട്ട് ഇതുപോലെ തന്നെ ആണേല്. ഏറ്റവും വലിയ സംശയം എന്താ പറഞ്ഞാല് ഇവിടെ ഇഷ്ടം പോലെ പശു ഉണ്ട്. ആരുതാണ് ഇത്രയൊക്കെ പശു എന്നുള്ളതാ. ഈ പശുവിനെ അയക്കാൻ വേണ്ടി ഇത് തുറന്നു കൊടുക്കണ്ടേ, അല്ലെ വലിയ എങ്ങനെയാ വരിയത്? പോണ വഴിക്ക് ഇതുപോലെ കുറെ വെള്ളച്ചാട്ടം കാണാൻ ഒരാളുമില്ല, നമ്മൾ മാത്രം. ഏതാ വൈബ് അത് കോടാണോ ഗൈസ്? ഏതാ വൈബ്? മഴയും കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ, പൊളിക്കായിരുന്നു. സൂപ്പറായിരുന്നു മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയും കോടയും വൈബായിരിക്കും. ഇവിടെ എന്തായാലും കോട ഇറങ്ങാൻ പോയിട്ട് കൂട്ടിയ ഗൈസ് അടിപൊളി. അപ്പൊ ഗൈസ് പണ്ട് ഒരു 3-4 കൊല്ലം മുമ്പ് നമ്മൾ ഇതേ ഏരിയയിൽ വന്ന് ഇതേ പോസ്റ്ററിൽ ഇത് തമ്പനിയിലാക്കിയത്. പുലിണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതേ സ്ഥലത്ത് ഇവിടെ ഒരു പുലി പോയിട്ടൊരു പൂച്ച പോലില്ല ഗൈസ്. വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. മുകളിലോട്ടേക്ക് പോയാൽ എന്തേ താണല്ലേ അപ്പൊ പോണെന്നാണ് സംശയം. ഏതായാലും ഇടാനല്ലേ. ഈ ഒരു ബോർഡ് കണ്ടോണ്ട് ഇപ്പം ഭയങ്കര വേമ്പിട് എന്തേതും പേടിയാ. ഇങ്ങനെ വന്നാ നെഞ്ചു മിരിച്ച് നിക്കണം, അങ്ങനെയൊക്കെയാണ് മരിക്കണ്ടേ. അതാണ് ആണുങ്ങളായ എങ്ങനെയാണ് തനു ഇങ്ങനത്തെ വലിയ പാറയൊക്കെ കാണുമ്പോണ്ടല്ലോ
ഇത് മൊത്തമായിട്ട് ഇടിഞ്ഞു വീടാലോന്ന് അറിയാം. ദുരന്തം പറിച്ചല്ലോ ഫസ്റ്റാ. എന്താ തലേ കാടുന്ന വൈബാവും. ഗൈസ് അതിന് നമ്മൾ ഇനി മോളോട്ട് പോവാണ്. ഇത് തീരുന്നില്ല. എന്തോരാ തിരിച്ചു സംഭവം അതല്ല കേട്ടോ. നമ്മളിങ്ങനെ വന്നപ്പോൾ ആരുമില്ല. തിരിച്ചു പോവാ. ഇവിടെ വന്നപ്പോൾ പിന്നെ ആൾക്കാർ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇനി ഞങ്ങൾ എത്തുകയും ഏതാ വൈബ് നോക്കി. ഏതാ ഇതൊക്കെ നമ്മളാക്കും നമ്മളേടെ അടക്ക കോട. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെയും ഡാം ക്ലോസാകെ ഊമ്പൽ ചായ കുറിച്ച് കണ്ടതിനെന്തല്ലോ മഴ വരുന്നുണ്ട് കാക്കേ. റെയിൻകോട്ട് എടുത്ത് മുതലായി തോന്നുന്നു. ഏതാ മുന്നിലൊക്കെ കോടയാൽ മൂടപ്പെട്ട് നിൽക്കുക. അതിനോടൊന്നും കാണണമെന്നില്ല. വരുന്ന പൂനൊരു അടിപൊളി ചായപ്പെട്ടിട്ട് അതിൽ അത്യാവശ്യം നല്ല അടിപൊളി കാട്ടിയുണ്ട്. ഞാൻ മിജുവിനോട് മലയാളത്തിൽ വന്ന് കാർന്ന് കുടിക്കാന്ന്. അവന് അൽക്കോലിൽ തന്നെ പോണം. ഇത് ഇവിടെ വന്നിട്ടുള്ള കടികൾ നോക്കി. പപ്സ്, കട്ട്ലേറ്റ്, ചിക്കൻ റോളും പിന്നെ വേറെ എന്തോ ഉന്നക്കായൊക്കെ ഉണ്ട്. ഉന്നക്കായ് 2.0. ഒന്നും പാളൂല. ആടെന്ത് ചെയ്ത് അടിപൊളി കടിയുള്ള അറിയാം ഗൈസ്. ആടുന്ന് കുടിച്ചാൽ മതി. നമ്മൾ എന്താ പറയുക ഇതെന്താ പറയുക ഉന്നക്കായ് 2.0 എന്ന് കാണി പറയാം. പക്ഷെ വലിയ പേരാണ് കാൾമാക്സ് എന്ന്. ഇന്ന് നോക്കണം. ഉന്നക്കായനെ പോലും ഒരു കാര്യമില്ല. സൂപ്പർ സാധനം. ഇത് മീനാണേ മൂഞ്ചു. ഒന്നുമില്ല ചിക്കനാണ്. റോസിട്ട് കൂട്ടിയാൽ പൊളിക്കും. ഇത് വന്നില്ലടോ. എനിക്കറിയാക്ക മൂഞ്ചു. അതിനോട് ഞാൻ പപ്സേ പറഞ്ഞുള്ളൂ. നന്നായി ഒന്ന് പറഞ്ഞു. നല്ല ചൂട് ചായ ടേസ്റ്റ് ഉണ്ടല്ലോ. ഇന്നത്തത് മൂഞ്ചൽ ബ്ലോഗായിരിക്കും. എല്ലോ ഏടെ പോയിക്കുന്നോ കക്കയത്ത് പോയി ആടെ ഡാം ബ്ലോഗ്. പിന്നെ ഇവിടെ പോയി ഏടാ തോണിക്കാട് ആടെയും ബ്ലോഗ്. പിന്നെ നല്ല ഊമ്പിയ റോഡും വണ്ടി പൊണ്ണിയുണ്ട് അവിടെ. എന്താ ചടിച്ചു. നിങ്ങൾ അടുപ്പിക്കരുത് ഗൈസ്. സപ്പോർട്ട് ചെയ്യും ഗൈസ്. പിന്നെ ആകെ മൂഞ്ചാത്തപ്പോ ചായ മാത്രമേ ഉള്ളൂ. ചായ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ. അതെ അഡ്ജസ്റ്റ് ചെയ്ത് അവറേജ് ഫ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇമാര് ഫ്ലോപ്പ്. അത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുക്കോന്ന് പറയണേ. ബിങ്കോന്റെ ഹോട്ടൽ ഫേസ് ഇത് ആമലക്കാൻ ചൂട. പിന്നെയും മൂഞ്ചാണോ ഇതിൽ മൂഞ്ചിയൊരു ബ്ലോഗ് പോയിട്ട് വീണ്ടും കാണുന്ന വിഷയിൽ അങ്ങനെ അറിയാം. എന്താ പറയാ അങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. തോണിക്കാട് പോയി ആടാ മുമ്പി അടിച്ച്. പിന്നെ കക്കയത്ത് പോയി ആടെയും മുമ്പി ഡാം ക്ലോസ് ചെയ്ത്. പിന്നെ നല്ലൊരു ബിങ്കോ ഒക്കെ വാങ്ങിയതില് നല്ല എനിക്ക് പേക്ക് കാണാൻ പക്ക പ്രീമിയം. ഞാൻ അങ്ങനത്തെ അതിന്റെ മുമ്പ് തിന്നിക്കുക അതിന്റെ ലേസിന്റെ അതുപോലെ ടോപ്പ് അതിനായിരുന്നു. പക്ഷെ അതുപോലാണ് വിചാരിച്ചു. ഇത് ലോക പരാജയം. ഇന്നിപ്പോ ആരെങ്കിലും കണി കണ്ടെന്നാലോചിക്കുന്നത്. ഇന്ന് രാവിലെ അത് വലിയ കുഴപ്പമില്ലേ. ഈ വൈകുന്നേരമാണ് ഞാൻ അവനെ കണ്ടത്. എനിക്ക് സംശയം ഉണ്ട് അതാവാൻ സാധ്യത ഉണ്ടോ. രാവിലെ അടിപൊളിയായി വലിയ കുഴപ്പമില്ല. അപ്പൊ ഗൈസ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാം. അപ്പൊ ഗൈസ് ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ. ക്യാമറമാൻ ബാബി ജമാനോടൊപ്പം ഈസ് മീ മോജ സൈനിങ് ഔട്ട്.